അതായത് ഈ തുടക്കത്തിൽ ഈ സ്ഥാനാർത്ഥികളെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ലാത്ത സ്ഥാനാർത്ഥികൾ വരുന്നു. അപ്പോൾ ഈ 2020 ഇതിനകത്തൊരു കരുതലുകൾ എടുക്കാതെ പോകുന്നു എന്ന് തോന്നിയാൽ ആളുകളെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? അല്ല, അതിൽ എനിക്ക് പറയാനായിട്ടുള്ളത്, ഞങ്ങൾ വെറും 7 ആഴ്ചയായിട്ടുള്ളൂ NDA ആയിട്ട് ചേർന്നത്. നേരത്തെ ഞങ്ങളിപ്പോൾ കഴിഞ്ഞ തവണ മത്സരിച്ചപ്പോൾ ഇങ്ങനെയുള്ള തെറ്റുകളൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ഒറ്റയ്ക്ക് നിന്നപ്പോൾ ഇവിടെ ഒറ്റയ്ക്ക് നിന്ന് അന്നില്ലാത്ത എന്താ ഇപ്പോൾ ഉണ്ടായത് ഞങ്ങൾ NDAയുടെ ഭാഗമായിട്ട് കഴിഞ്ഞപ്പോൾ ഇന്ന സീറ്റിലാണ് 2020 മത്സരിക്കേണ്ടത് എന്നുള്ളത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിൻ്റെ പിറ്റേ ദിവസമാണ് ഞങ്ങൾക്ക് ലിസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ 6 ദിവസമേ ഞങ്ങൾ മുന്നിലുള്ളൂ. ഈ 6 ദിവസത്തിനുള്ളിൽ സ്ഥാനാർത്ഥികളെ കണ്ടെത്തി മത്സരിപ്പിക്കേണ്ട ഒരു സാഹചര്യം വന്നു. അപ്പോൾ വളരെ ധൃതി പിടിച്ച് പല മേഖലകളിലും താരങ്ങളെയൊക്കെ ഓടിച്ചിട്ട് പിടിച്ചു. സാധാരണ ചില പാർട്ടിക്കാർ ചെയ്യുന്നപോലെ താരങ്ങളെ ഇൻഫ്ലുവൻസേഴ്സ്, ബിഗ് ബോസ്. അല്ല, ഇതിൽ നമുക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർക്ക് പരമ്പരാഗതമായിട്ടുള്ള അവരുടെ രാഷ്ട്രീയ പാർട്ടിയിൽ ഒരു സീറ്റിന് 6 പേര് 8 പേര് ക്യൂവിലുണ്ടത്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ പാർട്ടിയിൽ ഉള്ള ആളുകളെ കൺസിഡർ ചെയ്യുന്നതോടൊപ്പം തന്നെ വിവിധ മേഖലകളിൽ പ്രാവീണ്യം നേടിയ ആളുകളെ ഉൾപ്പെടുത്തി വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്കത് കേരളത്തിന് പ്രയോജനപ്പെടുള്ളൂ. കാരണം ഇപ്പോൾ നമുക്ക് കോൺഗ്രസ് ആയിക്കോട്ടെ, കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ, ഈ രാഷ്ട്രീയത്തിൽ വളർന്ന് ബസ് അടിച്ച് പൊളിച്ച്, ഫാക്ടറികൾ തല്ലിപ്പൊളിച്ച്, അങ്ങനെ സമരം നടത്തി പോലീസിനെ അടിച്ച് ജയിലിൽ പോയിരുന്ന ആളുകളെയൊക്കെയാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. അങ്ങനെയുള്ളവരെ ഭരിക്കുന്നത് കൊണ്ടാണ് കേരളം ഒരിക്കലും രക്ഷപ്പെടാത്തത്. ഞങ്ങൾ നോക്കുന്നത് അതല്ല. അഡ്വക്കേറ്റ്മാരുണ്ട്, ഡോക്ടർമാരുണ്ട്, കൃഷിക്കാരുണ്ട്, കച്ചവടക്കാരുണ്ട്, വ്യവസായികളുണ്ട്, സിനിമാ മേഖലയിലുള്ള ആളുകളുണ്ട്, ബിഗ് ബോസ്. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പരീക്ഷണത്തിൽ കൂടി വിജയിച്ചു വന്ന ആളുകളാണത്. അപ്പോൾ തീർച്ചയായിട്ടും വിവിധ പേഴ്സണാലിറ്റീസ് ഒന്നിച്ച് കൂടുമ്പോൾ അത് വലിയൊരു ഗുണം കേരളത്തിന് ചെയ്യുമെന്നുള്ളത് കൊണ്ടാണ് അങ്ങനെയുള്ളൊരു സ്ഥാനാർത്ഥി സെലക്ഷനിട്ട് ഞങ്ങൾ പോകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.